എല്ലാവർക്കും സൂക്കോ പി എസ് സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ശാസ്ത്ര സാങ്കേതിക ബഹിരാകാശ മേഖലയുമായി ബന്ധപ്പെട്ട 2025 ജനുവരി മാസത്തിലെ കറണ്ട് അഫയേഴ്സാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വിത്തൗട്ട് ഫർദർ അഡു ലെറ്റ് സ്റ്റാർട്ട്. NBS-02 ISROയുടെ 100ാമത് ദൗത്യമാണ് NBS-02. NBS-02 ഒരു നാവിഗേഷൻ ഉപഗ്രഹമാണ്. ഇതിൻ്റെ ലോഞ്ച് തീയതി ജാനുവരി 29, 2025 ഉപയോഗിച്ചിരിക്കുന്ന വിക്ഷേപണ വാഹനം GSLV F-15 ഇതിൻ്റെ വിക്ഷേപണ സ്ഥലം സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ശ്രീഹരിക്കോട്ടയിലാണ്. ശ്രീഹരിക്കോട്ട വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നുള്ള 100ാമത് ദൗത്യമാണ് NBS-02. ഇന്ത്യക്കുള്ളിൽ കൃത്യമായ സ്ഥാനം, വേഗത, സമയക്രമം എന്നീ സേവനങ്ങൾ നൽകുന്നതിനും അതിർത്തിക്കപ്പുറം ഏകദേശം 1500 കിലോമീറ്റർ വരെ വ്യാപിപ്പിക്കുന്നതിനുമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന NBS-02 ഇന്ത്യയുടെ സ്വതന്ത്ര പ്രാദേശിക നാവിഗേഷൻ ഉപഗ്രഹ സംവിധാനമായ നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ അഥവാ നാവിക്കിൻ്റെ ഭാഗമാണ്. നാവിക് 2 തരം സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഒന്ന് സ്റ്റാൻഡേർഡ് പൊസിഷനിങ് അഥവാ SPS-ഉം നിയന്ത്രിത സേവനങ്ങളും. ISRO ചെയർമാൻ B. നാരായണൻ്റെ കീഴിലുള്ള ആദ്യത്തെ വിക്ഷേപണമാണ് NBS-02. ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള 99ാമത് വിക്ഷേപണം ഡിസംബർ 30 നടന്നത്. ഇതിൻ്റെ മിഷൻ്റെ പേരാണ് സ്പാഡെക്സ്. സ്പേസ് ഡോക്കിംഗ് പരീക്ഷണമാണ് ഇത്. PSLV C-60 സ്പേസ് ഡോക്കിംഗ് പരീക്ഷണം നടത്തുന്നതിനായി 2 ബഹിരാകാശ പേടകങ്ങളെ വൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിൽ വിജയകരമായി എത്തിച്ചു. STX-01 ചേസർ, STX-02 ടാർഗറ്റ് എന്നിങ്ങനെ 2 ഉപഗ്രഹങ്ങളാണ് സ്പാഡെക്സ് മിഷനിൽ ഉണ്ടായിരുന്നത്. അടുത്തത്, വിമാനങ്ങളിൽ ഇൻഫ്ലൈറ്റ് വൈഫൈ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി വാഗ്ദാനം ചെയ്യുന്ന ആദ്യത്തെ ഇന്ത്യൻ എയർലൈനാണ് എയർ ഇന്ത്യ. ഒരു രാഷ്ട്രം ഒരു സബ്സ്ക്രിപ്ഷൻ പദ്ധതി. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്കും ഫാക്കൽറ്റിക്കും ഗവേഷകർക്കും 13,000-ലധികം സ്കോളർലി ജേണലുകളിലേക്ക് രാജ്യവ്യാപകമായി പ്രവേശനം നൽകുന്നതിന് ലക്ഷ്യമിടുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ഒരു രാഷ്ട്രം ഒരു സബ്സ്ക്രിപ്ഷൻ ONOS പദ്ധതി. 2024 നവംബർ 25 കേന്ദ്ര മന്ത്രിസഭ ഒരു രാജ്യം ഒരു സബ്സ്ക്രിപ്ഷൻ പദ്ധതിക്ക് അംഗീകാരം നൽകി. ഈ പദ്ധതി 2025 ജനുവരി 1 മുതൽ പ്രാബല്യത്തിലുണ്ട്. പോർട്ടൽ onos.gov.in രജിസ്റ്റർ ചെയ്യുന്ന സർക്കാർ സ്ഥാപനങ്ങളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ജേണലുകൾ സൗജന്യമായി ലഭിക്കും. വിദ്യാർത്ഥികൾ നേരിട്ട് രജിസ്റ്റർ ചെയ്യാനാകില്ല. കേരളത്തിലെ 69 വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനങ്ങൾ പദ്ധതിയുടെ ഭാഗമാണ്. കേരളത്തിലെ ആദ്യ സ്കിൻ ബാങ്ക്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് ആരംഭിച്ചത്. ഗുരുതരമായ പൊള്ളലേറ്റവർക്ക് നൂതനവും അന്താരാഷ്ട്ര നിലവാരമുള്ളതുമായ ചികിത്സ നൽകുക എന്നതാണ് ഈ സ്കിൻ ബാങ്കിൻ്റെ ലക്ഷ്യം. ദാനം ചെയ്ത ചർമ്മം കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ KSOTO അനുമതിയോടെ ശരിയായ ചാനലുകളിലൂടെ ശേഖരിക്കുകയും പ്രത്യേക സാഹചര്യങ്ങളിൽ സംരക്ഷിക്കുകയും ചെയ്യുന്നു. UIDAI CEO ആരാണെന്ന് നോക്കാം. ഇന്ത്യൻ പൗരന്മാർക്കുള്ള ഏകീകൃത തിരിച്ചറിയൽ സംവിധാനമായ ആധാർ നടപ്പാക്കുന്ന യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ UIDAIയുടെ പുതിയ CEO ആണ് ഭുവനേഷ് കുമാർ. ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിലെ അഡീഷണൽ സെക്രട്ടറി കൂടിയാണ് ഭുവനേഷ് കുമാർ. അടുത്തത്, സ്തനാർബുദ ചികിത്സയ്ക്കായി കുറഞ്ഞ പാർശ്വഫലങ്ങളുള്ള കുത്തിവയ്പ്പിലൂടെ ഉപയോഗിക്കാവുന്ന ഹൈഡ്രോജെൽ കണ്ടെത്തിയ IIT ആണ് ഗുവാഹത്തി. K-സ്മാർട്ട് ആപ്പ്. ത്രിതല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എല്ലാ സേവനങ്ങളും ഒരു ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരുന്നതിന് കേരള സർക്കാർ ആരംഭിച്ച ആപ്ലിക്കേഷനാണ് K-സ്മാർട്ട്. K-സ്മാർട്ടിൻ്റെ പൂർണ്ണരൂപമാണ് കേരള സൊല്യൂഷൻസ് ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. ഇന്ത്യയിലെ ആദ്യത്തെ റോബോട്ടിക് സഹായത്തോടെയുള്ള പീഡിയാട്രിക് ഗേറ്റ് ട്രെയിനർ ശാരീരിക പുനരധിവാസത്തിനായി ആരംഭിച്ചത് കേരളത്തിലാണ്. കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ റോബോട്ടിക് ഗേറ്റർ സംവിധാനം നിലവിൽ വന്നത് ശ്രീ അവിട്ടം തിരുനാൾ ഹോസ്പിറ്റൽ തിരുവനന്തപുരത്താണ്. നടത്തവൈകല്യമുള്ള കുട്ടികളെ പരിശീലിപ്പിക്കുന്ന ഒരു റോബോട്ടിക് പരിഹാരമാണ് പീഡിയാട്രിക് ഗേറ്റ് ട്രെയിനർ. നിർമ്മിച്ചത് ജെൻ റോബോട്ടിക്സ് ആണ്. സെറിബൽ പാൾസി, മാസ്കുലാർ ഡിസ്ട്രോഫി, തലച്ചോറിനും സുഷ്മന നാഡികൾക്കും പരിക്കുകൾ തുടങ്ങിയ അവസ്ഥകൾ മൂലമുണ്ടാകുന്ന നടത്തവൈകല്യമുള്ള കുട്ടികളുടെ ശാരീരിക പുനരധിവാസത്തിനാണ് ഗേറ്റർ പീഡിയാട്രിക് ആരംഭിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ആദ്യ സ്പേസ് റോബോട്ടിക് ആമിനെ കുറിച്ച് നോക്കാം. ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ റോബോട്ടിക് ആം നിർമ്മിച്ച സ്ഥാപനമാണ് തിരുവനന്തപുരത്തെ ISRO ഇനേർഷ്യൽ സിസ്റ്റംസ് യൂണിറ്റ് അഥവാ IISU. റിലൊക്കേറ്റബിൾ റോബോട്ടിക് മാനിപ്പുലേറ്റർ ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ RAM-TD എന്നാണ് ഔദ്യോഗിക നാമം. ISROയുടെ ചരിത്രത്തിലെ ആദ്യ സ്പേസ് ഡോക്കിംഗ് പരീക്ഷണമായ സ്പാഡെക്സിനൊപ്പമാണ് സ്പേസ് റോബോട്ടിക് ആം വിക്ഷേപിച്ചത്.
സ്പാഡെക്സ് ഇരട്ട ഉപഗ്രഹങ്ങളെയും വഹിച്ചുയർന്ന PSLV C-60 റോക്കറ്റിനൊപ്പം ഉണ്ടായിരുന്ന POM-4ലാണ് ഈ റോബോട്ടിക് ആം ഘടിപ്പിച്ചിരുന്നത്. ലോകത്ത് സ്പേസ് ടോക്കിംഗ് സാങ്കേതിക വിദ്യ കൈവരിച്ച 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ലോകത്ത് സ്പേസ് ടോക്കിംഗ് സാങ്കേതിക കൈവരിച്ച മറ്റു രാജ്യങ്ങളാണ് അമേരിക്ക, നാസ, റഷ്യയുടെ റോസ്കോസ്മോസ്, ചൈനയുടെ CNSA, ഇന്ത്യയുടെ ISRO എന്നിവ. മഞ്ചാടി പദ്ധതിയെക്കുറിച്ച് നോക്കാം. ഗണിത പഠനത്തിന് കേരള സർക്കാർ KDISC മുഖേന വികസിപ്പിച്ച ഗണിത പഠന പദ്ധതിയാണ് മഞ്ചാടി. കുട്ടികളെ ഗണിത പഠനത്തിൽ സഹായിക്കുകയാണ് മഞ്ചാടി പരിപാടി ലക്ഷ്യമിടുന്നത്. 5ാം ക്ലാസ്സിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. ബഹിരാകാശത്ത് പയർവിത്ത് മുളപ്പിച്ച് ISRO. ISROയുടെ POM-4 ദൗത്യത്തിലെ ക്രോപ്സ് പദ്ധതിയാണ് ബഹിരാകാശത്ത് പയർവിത്ത് മുളപ്പിക്കാൻ സാധിച്ചത്. ക്രോപ്സ് എന്നാൽ കോമ്പാക്ട് റിസർച്ച് മൊഡ്യൂൾ ഫോർ ഓർബിറ്റൽ പ്ലാന്റ് സ്റ്റഡീസ് എന്നാണ്. ഇത് വികസിപ്പിച്ചത് തിരുവനന്തപുരം VSSC ആണ്. PSLV C-60 റോക്കറ്റ് ഉപയോഗിച്ച് വിക്ഷേപിച്ച സ്പാഡെക്സ് മിഷന്റെ അനുബന്ധ പരീക്ഷണമായിരുന്നു POM-4. അടുത്തത് ലിഗ്നോസാറ്റ് എന്താണെന്ന് നോക്കാം. ലോകത്തിലെ ആദ്യത്തെ തടി കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹമാണ് ലിഗ്നോസാറ്റ്. ജപ്പാനിലെ ക്യോട്ടോ സർവകലാശാലയും സുമിട്ടോമോ ഫോറസ്ട്രി എന്ന കമ്പനിയുമാണ് ഈ ഉപഗ്രഹം വികസിപ്പിച്ചത്. മാഗ്നോളിയ മരം ഉപയോഗിച്ച് നിർമ്മിച്ച ലിഗ്നോസാറ്റ് ബഹിരാകാശ മാലിന്യങ്ങൾ കുറയ്ക്കുന്നതിനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. ഇത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ജാപ്പനീസ് ബഹിരാകാശ ഏജൻസിയാണ് JAXA. ജപ്പാൻ എയറോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസി എന്നാണ് പൂർണ്ണരൂപം. കാവേരി എഞ്ചിൻ. ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ സംഘടന DRDO വികസിപ്പിച്ച ജെറ്റ് എഞ്ചിനാണ് കാവേരി. പറക്കൽ പരീക്ഷണം നടന്നത് റഷ്യയിലാണ്. DRDOയുടെ നേതൃത്വത്തിൽ ബാംഗ്ലൂരുവിലെ ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെൻറ്റ് GTRE ആണ് ഈ എഞ്ചിൻ വികസിപ്പിച്ചത്. റഷ്യൻ ഇല്യൂഷൻ Tu-76 വിമാനത്തിൽ എഞ്ചിൻ ഘടിപ്പിച്ച് പരീക്ഷണ പറക്കൽ നടത്തി. അടുത്തിടെ നടന്ന പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ട്രെൻഡിംഗ് ആയിരുന്ന ഒരു ക്യാമ്പയിനായിരുന്നു ഫണ്ട് കാവേരി എന്നത്. തദ്ദേശീയമായി നിർമ്മിച്ച ജെറ്റ് എഞ്ചിനുകളുടെ ആവശ്യകതയാണ് ഈ ക്യാമ്പയിന് കാരണം. അടുത്തത് നാഗ് MK2. തദ്ദേശീയമായി DRDO വികസിപ്പിച്ച 3ാം തലമുറ ആൻറ്റി ടാങ്ക് ഗൈഡഡ് മിസൈലാണ് നാഗ് MK2. സ്വദേശി സാങ്കേതിക വിദ്യയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഫയർ ആൻഡ് ഫോഗറ്റ് സാങ്കേതിക വിദ്യയാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. INS ഉത്കർഷ് എന്നാണ് നോക്കാം. ഇന്ത്യൻ നാവികസേനയ്ക്കായി L&T വികസിപ്പിച്ച 2ാമത്തെ വിവിധോദ്ദേശ കപ്പലാണ് INS ഉത്കർഷ്. ആദ്യത്തെ MPV അഥവാ മൾട്ടിപർപ്പസ് വെസലാണ് INS സമർത്ഥക്. എന്താണ് ന്യൂക്ലിൻ? ഭാഗികമായി പുനരുപയോഗിക്കാവുന്ന ഒരു ഹെവി ലിഫ്റ്റ് റോക്കറ്റാണ് ന്യൂക്ലിൻ. ഇതിൻ്റെ നിർമ്മാണം ആമസോൺ സ്ഥാപകൻ ജെഫ് ബെസോസിൻ്റെ ബ്ലൂ ഒറിജിൻ കമ്പനിയുടേതാണ്. 2025 ഇന്ത്യൻ നാവികസേനയ്ക്ക് ഒരേ സമയം സമർപ്പിച്ച 3 യുദ്ധക്കപ്പലുകളാണ് INS നീലഗിരി, INS സൂറത്ത്, INS വാക്ഷിർ എന്നിവ. INS നീലഗിരി ഇന്ത്യൻ നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച പ്രോജക്റ്റ് 17A സ്റ്റെൽത്ത് ഫ്രിഗേറ്റുകളിൽ ആദ്യത്തേതാണ്. ആധുനിക ആയുധങ്ങളാൽ സജ്ജമാണ് INS നീലഗിരി. അടുത്തത് INS സൂറത്താണ്. ഇതൊരു വിശാഖപട്ടണം ക്ലാസ് ഡിസ്ട്രോയർ കപ്പലാണ്. നവീന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് INS സൂറത്തിൽ. അടുത്തത് INS വാക്ഷിറാണ്. ഇതൊരു സ്കോർപിയൻ ക്ലാസ് മുങ്ങിക്കപ്പലാണ്. മുംബൈ മസഗോൺ ഡോക്യാർഡിലാണ് നിർമ്മിച്ചത്. ഒരേ സമയം 3 യുദ്ധക്കപ്പലുകൾ നാവികസേനയിൽ ഉൾപ്പെടുന്നത് ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായാണ്. കേരളത്തിലെ പുതിയ കപ്പൽശാല. കേരളത്തിൽ പൂവാറിൽ കപ്പൽ നിർമ്മാണശാല സ്ഥാപിക്കുന്നതിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. മാരിടൈം അമൃത് കാൽ വിഷൻ 2047 ഉൾപ്പെടുത്തി സംസ്ഥാനത്തിൻ്റെ സഹകരണത്തോടെ കപ്പൽശാലയും കപ്പൽ അറ്റകുറ്റപ്പണി കേന്ദ്രവും സ്ഥാപിക്കാനാണ് കേന്ദ്രത്തിൻ്റെ പദ്ധതി. കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് മന്ത്രിയാണ് സർബാനന്ദ സോനോവാൾ. കേരള തുറമുഖ മന്ത്രിയാണ് VN വാസവൻ. കവചം മുന്നറിയിപ്പ് സംവിധാനം. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ സജ്ജമാക്കിയ മുന്നറിയിപ്പ് സംവിധാനമാണ് കവചം. കവചം അഥവാ കേരള വാർണിംഗ്സ് ക്രൈസിസ് ആൻഡ് ഹസാർഡ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നാണ്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി സ്ഥാപിച്ചിട്ടുള്ള 91 സൈറണുകൾ അത്യാഹിത സാഹചര്യങ്ങളിലെ മുന്നറിയിപ്പുകൾ നൽകുന്നതിനായി പ്രവർത്തിക്കും. ഈ സൈറണുകൾ സംസ്ഥാന, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റികളിൽ നിന്നും നിയന്ത്രിക്കപ്പെടും. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത്. ഇൻസ്റ്റഗ്രാം എഡിറ്റ്സ്. ഇൻസ്റ്റഗ്രാമിൻ്റെ പുതിയ വീഡിയോ എഡിറ്റിംഗ് ആപ്പാണ് എഡിറ്റ്സ്. ഇൻസ്റ്റഗ്രാം ടിക്ടോക്കിനെതിരെ മത്സരിക്കാനാണ് എഡിറ്റ്സ് എന്ന പുതിയ വീഡിയോ എഡിറ്റിംഗ് ആപ്പ് നിർമ്മിച്ചത്. ഈ ആപ്പിൽ ക്രിയേറ്റീവ് ടൂളുകളുടെ ഒരു സമ്പൂർണ്ണ സൂട്ട് ലഭ്യമാണ്. ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ഇത് ലഭ്യമാകും. ഡിജിറ്റൽ സ്ട്രാറ്റജി 2025-2027.
2027 ആകുമ്പോഴേക്കും ലോകത്തിലെ ആദ്യത്തെ പൂർണ്ണമായും AI പവേർഡ് ഗവൺമെൻറ്റായി അബുദാബിയെ മാറ്റാനുള്ള പദ്ധതിയാണ് ഡിജിറ്റൽ സ്ട്രാറ്റജി 2025-2027. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഓട്ടോമേഷൻ എന്നിവയിലൂടെ സർക്കാർ പ്രവർത്തനങ്ങളെ പരിവർത്തനം ചെയ്യുക, സുസ്ഥിര വളർച്ച നയിക്കുക, ഒരു പൂർണ്ണമായും AI പവേർഡ് ഗവേണൻസ് മോഡൽ സൃഷ്ടിക്കുക എന്നതാണ് ഈ തന്ത്രത്തിൻ്റെ ലക്ഷ്യം. ഇതിൻ്റെ ഒരു പ്രധാന ഘടകം ഏകീകൃത ഡിജിറ്റൽ എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് ERP പ്ലാറ്റ്ഫോമാണ്. ചൈനയുടെ കൃത്രിമ സൂര്യൻ. പുതിയൊരു ഊർജ്ജ സ്രോതസ്സ് സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ ചൈന നടത്തുന്ന പ്രധാന ന്യൂക്ലിയർ ഫ്യൂഷൻ പരീക്ഷണമാണ് ചൈനയുടെ കൃത്രിമ സൂര്യൻ എന്ന് വിളിക്കപ്പെടുന്ന എക്സ്പെരിമെൻ്റൽ അഡ്വാൻസ്ഡ് സൂപ്പർ കണ്ടക്ടിംഗ് ടോക്കമാക് അഥവാ ഈസ്റ്റ് ഫ്യൂഷൻ എനർജി റിയാക്ടർ. ഹാൻഡ്ലൂം ജാലകം. പരമ്പരാഗത വ്യവസായമായ കൈത്തറിയും ഇനി നിർമ്മിത ബുദ്ധിയുടെ ചിറകിൽ കുതിക്കും. ഇതിനായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത റിബേറ്റ് മാനേജ്മെൻറ്റ് സംവിധാനം, ഹാൻഡ്ലൂം ജാലകം എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ തുടങ്ങിയവ അവതരിപ്പിച്ചിട്ടുണ്ട് വ്യവസായ വകുപ്പ്. ഹാൻഡ്ലൂം ജാലകം ആപ്പ് ഉപയോഗിച്ച് കൈത്തറി, യന്ത്രത്തറി സംഘങ്ങളുടെയും നെയ്ത്തുകാരുടെയും വിവരശേഖരണവും ജിയോ ടാഗിംഗ് ഉൽപ്പന്നങ്ങളുടെ മാപ്പിങ്ങുമാണ് ലക്ഷ്യമിടുന്നത്. ഹാൻസം. കൈത്തറി സ്കൂൾ യൂണിഫോം പദ്ധതിയുടെ നടത്തിപ്പിന് ഹാൻസം സോഫ്റ്റ്വെയറാണ് ഉപയോഗിച്ച് വരുന്നത്. എന്താണ് ഡീപ്സീക്ക്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിൽ ChatGPTയോട് മത്സരിക്കാൻ പ്രാപ്തമായ ചൈനീസ് AI മോഡലാണ് ഡീപ്സീക്ക്. ലിയാങ് വെൻഫെങ് എന്ന ചൈനീസ് AI റിസർച്ചറാണ് സ്ഥാപകൻ. ചൈനയിലെ ഹോങ്ഷോവിലാണ് AI പ്ലാറ്റ്ഫോമായ ഡീപ്സീക്ക് സ്ഥാപിച്ചത്. ഡീപ്സീക്ക് R1 എന്ന മോഡലാണ് അവർ പുതുതായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. ശാസ്ത്ര സാങ്കേതിക ബഹിരാകാശ മേഖലയുമായി ബന്ധപ്പെട്ട് ജനുവരി മാസത്തിലെ കറണ്ട് അഫയേഴ്സാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും സൂക്കോ PSCയുടെ നന്ദി, നമസ്കാരം.